ഹായ് ഓൾ. അപ്പോൾ ലിറ്റിൽ ഫാമിലി വണ്ടൂത്തിരി ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആട്ടും തല സൂപ്പാണ്. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം, എങ്കിലേ റെസിപ്പി മനസ്സിലാകുള്ളൂ. അപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ്, പിന്നെ മല്ലിയില, പിന്നെ സബോളയാണ് അരിഞ്ഞിരിക്കുന്നത്. സബോള അല്ല ശരിക്കും ഇടേണ്ടത്, ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ മറ്റേ ബേ ലീവ്സ്, 3-4 ഏലയ്ക്ക, പിന്നെ കമ്മൽ പോലിരിക്കുന്ന സാധനം, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ മല്ലിയില, ജീരകം, പെരുംജീരകം, കുരുമുളക്, അതെല്ലാം 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടുനല്ലയിലെ ആ ഒരു പാർട്സ് മാത്രം, നമ്മൾ എല്ലൊന്നും എടുത്തിട്ടില്ല, പാർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ഏകദേശം ഒരു 250 ഗ്രാം അടുത്തേ വരുന്നുള്ളൂ. അതിനകത്തായിട്ടുള്ള റെസിപ്പി നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാം നമ്മൾ ഇതുപോലെ ശരിയാക്കി റെസിപ്പി ആദ്യം ഒന്ന് എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെച്ച് കഴിയുമ്പോൾ നമുക്ക് പാചകം ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം നമുക്ക് കുക്കറിലേക്ക് നമുക്ക് ആട്ടുനല്ലയുടെ പാർട്സ് എല്ലാം ഒന്ന് ഇത് 3-4 പ്രാവശ്യം വാഷ് ചെയ്താൽ കേട്ടോ. അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം സബോളയല്ല ശരിക്കും നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചെറിയ ഉള്ളി കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സബോള ഇട്ടത്. അപ്പം ചെറിയ ഉള്ളിക്കാണ് ഇച്ചിരി നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം സബോള ഈ അരിഞ്ഞ് വെച്ചതിൻ്റെ അതിൻ്റെ പകുതി ഇട്ടു. നല്ല കുരുകുരുവായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയതായിട്ട് അരിയണം, കുഞ്ഞതായിട്ട്. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു, പിന്നെ കറുവപ്പട്ട, പിന്നെ കമ്മൽ പോലിരിക്കുന്ന സാധനം, അത് മസാലക്കൂട്ടിനുള്ള കമ്മൽ പോലിരിക്കുന്ന സാധനം, പിന്നെ ഗ്രാമ്പു, പിന്നെ ഏലയ്ക്ക, ഒരു 3-4 ഏലയ്ക്ക ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മല്ലി, കുരുമുളക്, മറ്റേ ജീരകം, പെരുംജീരകം അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി ഞാൻ പകുതി പിന്നെ ആവശ്യമുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2-2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 250 ഗ്രാമിൻ്റെ സാധനമേ ഉള്ളൂ. അതിനകത്തായിട്ടാണ് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത്, എന്തുമാത്രം ക്വാണ്ടിറ്റി കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളവും ഇതുപോലെ തന്നെ മസാലക്കൂട്ടുകളും കൂടുതൽ ചേർക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഞാനൊരു 7-8 വിസിലോളം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുമാത്രം വേകുന്നു അത്രയും വെന്തോട്ടെ, സൂപ്പല്ലേ. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ എടുത്തിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുത്തു. സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് നല്ലത്, ഞാൻ ഒന്നുകൂടെ പറയുന്നു. അപ്പം അതിലേക്ക് നമുക്ക് ജീരകം, പെരുംജീരകം, കുരുമുളക് ചതച്ചത്, പിന്നെന്തുമായിരുന്നു, മല്ലി ചതച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം ഇപ്പോൾ ഒരു 8 വിസിലോളം അടിച്ച് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഈ ഒരു കൂട്ടുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ മല്ലിപ്പൊടിയല്ല, മല്ലി, കുരുമുളക്, പിന്നെ പെരുംജീരകം, ജീരകം, ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതം എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു 250 ഗ്രാമിന് ഉള്ളതിൻ്റെ ആയിട്ടുള്ള റെസിപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. കുരുമുളക് മാത്രം ഒരു 3/4 ടീസ്പൂൺ ചേർത്തോ, അത് കുഴപ്പമില്ല. പിന്നെ കുരുമുളക് സൂപ്പല്ലേ, പക്ഷേ കുരുമുളക് കൂടുതലിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇച്ചിരി. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് റെഡിയാക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിപ്പം എല്ലാം വെന്തതാണ്. നമ്മൾ 8 വിസിലോളം അടിച്ചെടുത്ത് നമ്മൾ വേവിച്ചെടുത്താണ്. ഇതിനെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പ് തന്നെയാണ്. ഉറപ്പായിട്ടും ഇതിങ്ങനെ ഈ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുമ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടിപൊളി